ഈ കാണുന്ന മുതലാണ് നമ്മുടെ എല്ലാവരുടെയും പാട്ടുകാരനും വയലിനിസ്റ്റും സർവോപരി നമ്മളെക്കാട്ടിലും പ്രായം കൂടിയ അമലേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോളേജിലോട്ട് പോകുന്നത് എൻ്റെ ഒരു കോളേജിലെ ഒഫീഷ്യൽ പ്രോസസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഓഫീസിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി ആവശ്യമുള്ള ഒരു ഫോമൊക്കെ മേടിച്ച് തിരിച്ച് ക്ലാസ്സിലോട്ട് ഫില്ല് ചെയ്യാൻ പോകുന്ന പോക്കാണ്. പണ്ട് തൊട്ട് ഞാൻ നടക്കുന്നത് ഇങ്ങനെ കുറേ കൈ കെട്ടിയ അതെന്താ എനിക്കറിയത്തില്ല. ഞാനും മമ്മൂട്ടിയായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അങ്ങനെ എന്നെ എന്തൊക്കെയോ കളിയാക്കി പിന്നെ ഒരു ബൈയും പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി. അതിനുശേഷം നമ്മളിത് കാണുന്നത് കോളേജിലെ ചില മരങ്ങളൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എൻ്റെ മന്ദബുദ്ധിത്തരത്തിന് വിചാരിച്ചു ഇതെല്ലാം മറിഞ്ഞു വീണേക്കുവാണ്. പിന്നെ ഇതും കട അഭിനയം ഇതാരും കണ്ടാലും സഹിക്കത്തില്ല. ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ ലോകത്തൊന്നുമില്ലാത്ത അഭിനയം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്തു. ഈ കാണുന്ന മുതലാണ് ഇന്നത്തെ നമ്മുടെ ഈ കാവടി തൊള്ളി പോയ പോക്കിനെ ട്രാജഡിയാക്കി മാറ്റിയ അവതാരം. അതിനുശേഷം ഞങ്ങൾ എല്ലാവരുടെ കഥയൊക്കെ പറഞ്ഞ് ഇനി ഞങ്ങളുടെ ഒരു മാസം നടത്തുന്നുണ്ട്. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷക്കാലത്തിൻ ആരംഭം കാണുന്നേ, നേടാനായി നേതാവായി മാർഗങ്ങൾ തേടുന്നേ, പണ്ടത്തെ ടിസിയുടെ ഫോം കൊടുക്കാനുള്ള വോക്കായിരുന്നു അത്. അതൊക്കെ കൊടുത്തതിന് ശേഷം ഈ മുതലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അമലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം അടുത്തുള്ള ഒരു കടയിലോട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കായിരുന്നു. ഇതെല്ലാം നമ്മുടെ കോളേജിൻ്റെ ഭാഗമാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ഈ ബൈക്കിൻ്റെ പുറകിൽ ഇവർ സുഖിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിടിക്കുമോ ഇല്ല. ഉടനെ അവിടെ ഇരുന്നവനെ പിടിച്ച് കാറി കയറ്റി. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇരിക്കാൻ പോലും വയ്യ. കഷ്ടപ്പെട്ടവൻ എങ്ങനെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കടയൊക്കെ കണ്ടുപിടിച്ചു. കടയിലൊക്കെ പോയി നല്ല അടിപൊളി ഒരു ജർമ്മൻ ചോക്ലേറ്റ് കേക്കൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മുടെ അമലേട്ടനെ കട്ട് ചെയ്യാൻ കൊടുത്തു. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആ ഡെക്കറേറ്റീവ് ഐറ്റംസിലോട്ടായിരുന്നു നമ്മുടെ കണ്ണ്. അതാരാണ് ആദ്യം എടുക്കുന്നതെന്നുള്ള ഒരു സന്തോഷ പ്രകടനമാണ് കാണുന്നത്. സ്നേഹനിധിയായ അമലേട്ടൻ ആദ്യത്തെ പീസ് എനിക്ക് തന്നെ വന്നു. പക്ഷേ ഞാൻ അവനെ തന്നെ കൊടുത്തു. അതാണല്ലോ അതിൻ്റെ ഒരു ഇരിപ്പ് വശം. പിന്നെ അടുത്ത് നിന്ന് നമ്മുടെ ഷുട്ട് മണിക്ക് നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സാധനം ഞാൻ തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിലും വലിയൊരു നേട്ടം എനിക്കിനി ഉണ്ടാകാനില്ല എൻ്റെ ജീവിതത്തിൽ. അത് അടിപൊളി ഒരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ പോയി എന്നത്തെ പോലെ മന്തി നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ കാലത്ത് നമ്മുടെ മന്തി എത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശപ്പ് കുറവായിരുന്നെങ്കിലും ആക്രാന്തത്തിന് തീരെ കുറവില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും തുടങ്ങി. പിന്നെ ഇവരുടെ രണ്ടുപേരെയും വരാത്തതുകൊണ്ടാണ് ഇതിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര വിഷമം. ഇത് നമ്മുടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കഴിക്കണമല്ലോ. അതാണ് അതിൻ്റെ ഒരു മര്യാദ. പിന്നെ ഈ ഇരിക്കുന്ന മുതലിന് അന്നേരമേ വയ്യാണ്ടായി. പിന്നെ ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസവും ത്രികോണ മധ്യേ